PR അരവിന്ദ് കൂടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അരവിന്ദ്, നമുക്കറിയാം 25 ജില്ലകൾ കവർ ചെയ്ത 16 ദിവസത്തെ യാത്ര, 1000-ലധികം കിലോമീറ്ററുകൾ, അതുപോലെ 100-ലധികം മണ്ഡലങ്ങൾ, അവിടെ ചെന്ന് അവിടുത്തെ ആളുകളുമായി സംസാരിച്ചുകൊണ്ടുള്ള രാഹുൽ ഗാന്ധിയുടെയും തേജസ്വി യാദവിന്റെയും ഈ യാത്ര. അരവിന്ദിന് നോക്കുകയാണെങ്കിൽ ആദ്യ ദിവസം തന്നെ അരവിന്ദ് പട്നയിൽ എത്തിയിട്ടുണ്ടായിരുന്നു, യാത്രയ്ക്കൊപ്പം ചേർന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ 16 ദിവസം പിന്നിട്ട് അവസാന ദിനത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഈ യാത്ര എത്രത്തോളം വിജയകരമായി എന്നാണ് നേതാക്കൾ വിലയിരുത്തുന്നത്? നമ്മൾ രാഹുലിന് ലഭിക്കുന്ന ജനപിന്തുണ തന്നെയാണ് രാഹുലിന്റെ വിജയമായപ്പോൾ ഈ നേതാക്കളും നേതൃത്വവും വിലയിരുത്തുന്നത്. കാരണം ഓഗസ്റ്റ് 17 സസാറം എന്നൊരു ചെറിയ ഗ്രാമത്തിൽ നിന്നാണ് രാഹുലിന്റെ വോട്ടർ അധികാര യാത്ര ആരംഭിക്കുന്നത്. അന്ന് തന്നെ അവിടെ 10,000 രാഹുലിന് പിന്തുണയുമായി എത്തിയിരുന്നു. പിന്നീട് ആ നഗരമേഖലകളിലേക്ക് എത്തിയപ്പോഴെല്ലാം കോൺഗ്രസിന് ചില ആശങ്കകൾ ഉണ്ടായിരുന്നു. കാരണം BJPക്കും അതുപോലെ തന്നെ NDAയ്ക്കും കഴിഞ്ഞ തവണ വിജയം നേടിയ മേഖലയിലായിരുന്നു രാഹുലിന്റെയും അതുപോലെ തന്നെ RJDയുടെ അടക്കം ഈ യാത്രകൾ സഞ്ചരിച്ചത്. അവിടെയെല്ലാം ഈ ആളുകളുടെ ഒരു ഒഴുക്ക് കുറയുമോ അല്ലെങ്കിൽ പിന്തുണ കുറയുമോ എന്നൊരു ആശങ്ക രാഹുലിനും അതുപോലെ തന്നെ മറ്റ് നേതാക്കൾക്കും ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം തെറ്റിച്ചുകൊണ്ടായിരുന്നു വലിയ ജനപിന്തുണയായിരുന്നു രാഹുലിന് ഈ 16 ദിവസവും രാഹുൽ ഗാന്ധിക്ക് ബീഹാറിലുടനീളം ലഭിച്ചത്. ഓരോ ദിവസവും ജനപിന്തുണ വർദ്ധിക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. ആദ്യ 3 ദിവസം യാത്രയ്ക്കൊപ്പം ഞാൻ സഞ്ചരിച്ചിരുന്നു. അപ്പോൾ ഓരോ ദിവസവും എത്രത്തോളം ജനങ്ങളുടെ വർധനവാണ് ഈ യാത്രയുടെ പങ്കാളിത്തത്തിൽ ഉണ്ടാകുന്നത് നമുക്ക് നേരിട്ട് തന്നെ കാണുവാൻ സാധിച്ചത്. ഗ്രാമത്തിലെ ജനങ്ങളോടെല്ലാം നമ്മൾ സംസാരിച്ചപ്പോൾ കൃത്യമായി അവർ ഉയർത്തുന്ന ആശങ്ക, അവരുടെ ആശങ്കകൾ തന്നെയാണ് രാഹുൽ ഗാന്ധി ഉയർത്തുന്നത്. അതോടൊപ്പം തന്നെ RJD നേതാവ് തേജസ്വി യാദവ് ചേരുമ്പോൾ ബീഹാറിലെ ജനങ്ങൾക്ക് നേരിടുന്ന മറ്റു പ്രശ്നങ്ങൾ കൂടി ഈ യാത്രയിൽ അത് അഡ്രസ് ചെയ്താണ് പോകുന്നത്. കാരണം ബീഹാറിൽ ഈ വർഷം അവസാനം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അപ്പോൾ അത്തരം ഒരു കാഴ്ചപ്പാട് കൂടി ഇന്ത്യ സഖ്യം മുന്നോട്ട് വയ്ക്കുകയാണ്. എങ്ങനെയാണ് ജനങ്ങളെ അഭിമുഖീകരിക്കേണ്ടത്? കാരണം രാജ്യത്ത് ഇത്തരം ഒരു വലിയ രീതിയിലുള്ള കൃത്രിമത്വം നടത്തുന്നുവെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങൾ, ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം നടക്കാൻ പോകുന്ന സാഹചര്യത്തിൽ കൃത്യമായി ജനങ്ങൾക്ക് മുന്നിലേക്ക് അവർ മുന്നോട്ട് വയ്ക്കുന്ന എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണെന്ന കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്തണമെന്ന് തന്നെയാണ് ഈ യാത്ര തീരുമാനിച്ചിരിക്കുന്നത്. ഒരു വ്യാജ വോട്ടിനോ അല്ലെങ്കിൽ ഒരു വോട്ട് മോഷണമോ മാത്രമല്ല ഈ യാത്രയുടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഒരു ഭരണഘടനാ സംവിധാനത്തിനെതിരെയുള്ള പോരാട്ടം തന്നെയാണ് രാഹുൽ ഗാന്ധി നയിക്കുന്നത്. 2014 ഇത്തരത്തിൽ വോട്ട് മോഷണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ചെന്നുള്ള വിമർശനം അടക്കം രാഹുൽ ഉയർത്തിയിരുന്നു. ആ ആരോപണങ്ങൾ കൃത്യമായി മറ്റ് ഇന്ത്യ സഖ്യ നേതാക്കൾ ഏറ്റെടുക്കുന്ന കാഴ്ചകൾ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. കാരണം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ സഖ്യത്തിൽ വലിയ രീതിയിലുള്ള ഭിന്നതകൾ രൂപപ്പെട്ടിരുന്നു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാലാകട്ടെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും എല്ലാം ഒറ്റക്കെട്ടിക്ക് മത്സരിക്കുകയും പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ രാഹുലിന്റെ ഈ ആരോപണങ്ങളിൽ എല്ലാ പാർട്ടികളും ഒറ്റക്കെട്ടാവുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. ഡൽഹിയിൽ നിന്ന് വലിയ പ്രതിഷേധം ഈ യാത്രയ്ക്ക് മുൻപേ നടത്തിയിരുന്നു. ആ പ്രതിഷേധത്തിൽ ആം ആദ്മി പാർട്ടി കൂടി പങ്കുചേർന്നപ്പോൾ രാഹുൽ ഉയർത്തിയ ഈ ആരോപണങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രതിപക്ഷ പാർട്ടികളും ഏറ്റെടുക്കുകയാണ്. ഇതുകൂടാതെ തന്നെ ഇന്ന് യാത്ര പട്നയിൽ അവസാനിക്കുമെന്ന് പറയുമ്പോഴും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി ഈ യാത്ര വ്യാപിപ്പിക്കുവാൻ തന്നെയാണ് കോൺഗ്രസും. അതെ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അരവിന്ദ് സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷമുള്ള ഇന്ത്യ സഖ്യത്തിനകത്തുള്ള വിള്ളലുകൾ നമ്മൾ കണ്ടത് തന്നെയാണ്. ആം ആദ്മി പാർട്ടിയൊക്കെ വലിയ പ്രതിഷേധത്തിൽ അതിൽ നിന്ന് പിന്നിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഇത് കോൺഗ്രസിന്റെ മാത്രം പ്രശ്നമല്ല, ഈ വോട്ട് കൊള്ള എന്നുള്ളത് രാജ്യത്തിന്റെ ജനങ്ങളുടെ പ്രശ്നമാണ് എന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ നമ്മുടെ പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞു എന്നുള്ളത് കൂടിയല്ലേ ഈ യാത്രയുടെ വിജയത്തെ സൂചിപ്പിക്കുന്നത്? തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ്. കൃത്യമായി രാഹുൽ ഉയർത്തിയ ആരോപണങ്ങൾ ബീഹാറിലെ ജനങ്ങളുടെ ഇടയിലേക്കും അതുപോലെ തന്നെ രാജ്യത്തിന്റെ ജനങ്ങളുടെ ഇടയിലേക്കും എത്തിക്കുവാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചിരുന്നു. കൃത്യമായി ഓരോ പൊതുസമ്മേളന വേദികളിലും അക്കാര്യങ്ങൾ രാഹുൽ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ഈ ബീഹാറിൽ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം നടക്കുകയാണ്. 65 ലക്ഷത്തോളം പേരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവരടക്കം ഒഴിവാക്കുന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉയർത്തിയത്. അപ്പോൾ അത്തരത്തിൽ വോട്ട് നഷ്ടപ്പെട്ടവരെ കൂടി പൊതുസമ്മേളനങ്ങളിൽ എത്തിച്ചുകൊണ്ട് ജനങ്ങളെ കൃത്യമായി സാധാരണക്കാരുടെ ശബ്ദം ഉയർത്തി അവരെ കൃത്യമായി കാര്യങ്ങൾ അറിയിക്കുവാൻ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിനും സാധിച്ചു എന്ന് തന്നെയാണ് നമ്മൾക്ക് വിലയിരുത്തലുള്ളത്. കോൺഗ്രസ് നേതൃത്വവും ഇന്ത്യ സഖ്യവും അത്തരത്തിലൊരു വിലയിരുത്തലുമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ഏറെ നിർണായകമായി വരിക ഇതിന്റെ ഒരു പ്രതിഫലനം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരിക്കും കാണുവാൻ സാധിക്കുക. കാരണം ബീഹാറിലാണ് ഏറ്റവും ആദ്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പിന് വരാൻ പോകുന്നത്. ഈ നവംബറോടുകൂടി ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ കൃത്യമായി ബീഹാർ തന്നെ തെരഞ്ഞെടുത്തുകൊണ്ട് ഇന്ത്യ സഖ്യം ഒരു ആധിപത്യവും അതൊരു ശക്തി പ്രകടനമായി ഈ
രാഹുലിന്റെ വോട്ടധികാർ യാത്ര മാറ്റിയിരിക്കുകയാണ്. വരുന്ന ദിവസങ്ങളിൽ അസാമിലും അതുപോലെ തന്നെ ഹരിയാനയിലും ഹിമാചൽ പ്രദേശിലും മറ്റ് സംസ്ഥാനങ്ങളിലടക്കം ഇത്തരം വോട്ടധികാർ യാത്രയുമായി രാഹുൽ ഗാന്ധി മുന്നോട്ട് പോകും. കാരണം ഹരിയാനയിലടക്കം കോൺഗ്രസ് വലിയ രീതിയിലുള്ള വിജയ പ്രതീക്ഷയിലായിരുന്നു. എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം കോൺഗ്രസിന് അനുകൂലമായിരുന്നു. പക്ഷേ ഫലം വന്നപ്പോൾ മറ്റൊന്നായിരുന്നു. നിരവധി പരാതികളും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോൺഗ്രസ് നൽകിയിരുന്നു. പക്ഷേ ഈ പരാതികളെല്ലാം ചവറ്റുകുട്ടയിൽ എറിയുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ നിലപാടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചതെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഇപ്പോൾ തന്നെ രാഹുൽ ഉയർത്തിയ ആരോപണങ്ങളിൽ ഒന്നും കൃത്യമായ മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നില്ല. പക്ഷേ അതിനു പകരം രാഹുലിനെതിരെ വലിയൊരു രാഷ്ട്രീയ പാർട്ടി നേതാവിനെ പോലെ പ്രതികരിക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നതെന്നാണ് കോൺഗ്രസ് നേതാക്കളും ഇന്ത്യ സഖ്യവും ആരോപിക്കുന്നത്. ഇത്തരം നടപടികൾ ഒരു തരത്തിലും അനുവദിക്കില്ല. തങ്ങളുടെ ഒരാൾക്ക് ഒരു വോട്ടെന്ന വ്യവസ്ഥ അത് കൃത്യമായി പാലിക്കണം. അത് ഭരണഘടന നൽകുന്ന അവകാശമാണ്. അല്ലാതെ അദാനിക്കും അംബാനിക്കും വേണ്ടി ഇത്തരമുള്ള അതിക്രമങ്ങൾ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് ഇന്ത്യ സഖ്യം ചൂണ്ടിക്കാണിക്കുന്നത്. ആ മുദ്രാവാക്യം ഉയർത്തി മുന്നോട്ട് പോകുവാൻ തന്നെ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യവും തീരുമാനിച്ചിട്ടുണ്ട്. മുൻപും നമ്മൾ കണ്ടതാണ് നിരവധി ആരോപണങ്ങൾ പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്നെങ്കിലും അതൊന്നും അത്ര ശക്തിയായി മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ കൃത്യമായ തെളിവുകളോടെ ഇത്തവണ രാഹുൽ ഗാന്ധി എത്തിയിരിക്കുകയാണ്. ആ ആരോപണങ്ങളിൽ ഉറച്ച ശക്തമായ ഒരു പ്രതിഷേധം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. വലിയ രീതിയിലുള്ള ഒരു മൂവ്മെന്റ് തന്നെയാണ് രാഹുൽ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അത് ഏറ്റെടുത്ത് തന്നെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നു. വരും മാസങ്ങളിലും വരും ദിവസങ്ങളിലും കൃത്യമായ ഏകോപനത്തോടെ രാജ്യവ്യാപക പ്രതിഷേധങ്ങൾക്ക് തന്നെയാണ് പ്രതിപക്ഷവും ഇന്ത്യ സഖ്യവും തയ്യാറെടുക്കുന്നത്. കൃത്യമായി BJP കാരണം BJP എങ്ങനെയാണ് അധികാരത്തിലെത്തിയതെന്ന് ജനങ്ങളെ ബോധ്യമാക്കണമെന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ മറ്റ് പ്രതിപക്ഷ പാർട്ടി നേതാക്കളും വ്യക്തമാക്കുന്നത്. ഇത്തരത്തിൽ വോട്ട് മോഷണം നടത്തിയില്ലെങ്കിൽ BJP ഒരിക്കലും അധികാരത്തിൽ വരില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരിക്കലും പ്രധാനമന്ത്രിയാകില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷം വിമർശിക്കുന്നത്. അത്തരം സത്യങ്ങൾ കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്ന് തന്നെയാണ് തങ്ങളുടെ ഉദ്ദേശം. അതിനുവേണ്ടി തങ്ങൾ ഏതറ്റം വരെയും പോകുമെന്ന് തന്നെ രാഹുൽ വ്യക്തമാക്കുന്നു. രാഹുൽ ഉയർത്തിയ ആരോപണങ്ങൾ ജനങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ് ബീഹാറിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വലിയ ജനക്കൂട്ടം. അത് വരും ദിവസങ്ങളിലും രാഹുലിന് വലിയ ജനപിന്തുണയായി ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. വലിയ മുന്നേറ്റവുമായി പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് പോകുന്നു. അതിനൊപ്പം തന്നെ മറ്റ് പ്രതിപക്ഷ പാർട്ടി നേതാക്കളും രാഹുൽ ഗാന്ധിക്കൊപ്പം നിൽക്കുന്ന കാഴ്ചകൾ തന്നെയാണ് നമുക്ക് ബീഹാറിൽ നിന്ന് കാണുവാൻ സാധിച്ചത്. വലിയ പ്രഖ്യാപനങ്ങളും ഈ വേളയിൽ പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനമന്ത്രിയെ 2029 ആരെ ഉയർത്തിക്കാണിക്കുമെന്ന ചോദ്യത്തിനൊക്കെ തേജസ്വി യാദവ് ശരി, അരവിന്ദ് തുടരൂ. അരവിന്ദിലേക്ക് മടങ്ങിയെത്താം.